ടോം ജോസിനും കുരുക്ക്. ടോം ജോസിന് 1,19,00,000 അനധികൃത സ്വത്തുണ്ടെന്ന് വിജിലൻസ്. മൂവാറ്റുപുഴ കോടതിയിൽ നൽകിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് വിജിലൻസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 6 വർഷത്തെ ഇടപാടുകളുടെ പ്രാഥമിക അന്വേഷണമാണ് വിജിലൻസ് നടത്തിയത്. എഫ്ഐആറിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. 2010-16 കാലയളവിൽ ടോം ജോസിന്റെ ആസ്തി സമ്പാദനത്തെക്കുറിച്ചാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഈ കാലയളവിൽ തന്നെയാണ് ടോം ജോസ് മഹാരാഷ്ട്രയിലെ എസ്റ്റേറ്റും കൊച്ചിയിലെ ആഡംബര ഫ്ളാറ്റും വാങ്ങിയതെന്ന് വിജിലൻസ് കണ്ടെത്തി. ടോം ജോസിന്റെ 6 വർഷത്തെ ആകെ നിക്ഷേപം 2,39,42,992 രൂപയാണ്. ലോൺ അടക്കമുള്ള ചിലവുകൾ 72,20,022 രൂപയും. ബാക്കി 1,91,94,465 രൂപയാണ് ടോം ജോസിന്റെ വരുമാനം. ഇതിൽ ചെലവുകൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള 1,19,68,549 രൂപ ടോം ജോസിന്റെ അധിക വരുമാനമാണെന്നാണ് വിജിലൻസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഈ തുക വരവിൽ കവിഞ്ഞ സ്വത്തായി കണക്കുകൂട്ടുന്നതായി എറണാകുളം സ്പെഷ്യൽ സെൽ SP VN ശശിധരൻ നൽകിയ എഫ്ഐആറിൽ പറയുന്നു. 1,19,00,000 അധിക സ്വത്ത് കണ്ടെത്തിയതിനാലാണ് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കുന്നതെന്നും വിജിലൻസ് നൽകിയ പ്രഥമ റിപ്പോർട്ടിൽ പറയുന്നു. ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ ശക്തമായി പിന്തുണച്ച മുഖ്യമന്ത്രി. ജേക്കബ് തോമസിനെ പുകച്ചു പുറത്തു ചാടിക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിന്റെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ വിജിലൻസിന് വീഴ്ച പറ്റിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റെയ്ഡിന് നേതൃത്വം നൽകിയ SP PK രാജേന്ദ്രന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വസതിയിലെ വിജിലൻസ് പരിശോധനയ്ക്കെതിരെ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം നൽകിയ പരാതി ഗൗരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിജിലൻസിന് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു. ഇതിനകം തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടിക്രമങ്ങൾ ശരിയായ രീതിയിൽ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികളിൽ ത്വരിത പരിശോധന നടത്തുന്നതിന് മുൻപ് പരാതി നിലനിൽക്കുന്നതാണോ എന്ന് അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വിജിലൻസിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുമ്പോഴും വിജിലൻസ് ഡയറക്ടർക്ക് മുഖ്യമന്ത്രി പൂർണ്ണ പിന്തുണ നൽകി. ജേക്കബ് തോമസിനെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ആഗ്രഹിക്കുന്ന ചില ശക്തികളുണ്ട്. ആരുടെയും ദുസ്വാധീനത്തിന് സർക്കാർ വഴങ്ങില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിജിലൻസ് ഡയറക്ടർക്ക് ചേരാത്ത രീതികളുണ്ട് എന്ന് ഗവൺമെന്റിന് ഇതേവരെ ബോധ്യമായിട്ടില്ല. KM എബ്രഹാമിന്റെ വസതിയിൽ നടന്ന വിജിലൻസ് പരിശോധനയിൽ ജേക്കബ് തോമസിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. എന്നാൽ KM എബ്രഹാമിനെയും ജേക്കബ് തോമസിനെയും ഒരുപോലെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. CG കടയ്ക്കൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴക്കൻ, CPM നേതാവ് ശ്രീ AA റഹീം, ആം ആദ്മി പാർട്ടി കൺവീനർ ശ്രീ CR നീലകണ്ഠൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ NP ചെക്കുട്ടി എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്.